ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള RRB NTPC മത്സര പരീക്ഷകളിൽ പല ഷിഫ്റ്റിലുമായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? The first question, Sanchi Stupa is situated near the city of Dash, Bhopal, Gwalior, Jhansi, Agra. അപ്പം സാഞ്ചി സ്തൂപ എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സാഞ്ചി സ്തൂപം കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഇമേജിലേക്ക് നോക്കിക്കൊള്ളുക. ഇതിന്റെ ആർക്കിടെക്റ്റ് തന്നെ നോക്കിയാൽ വളരെ മനോഹരമാണ്, വളരെ ഭംഗിയാണ് കാണാനായിട്ട് അല്ലെ. ഒരു വലിയൊരു ഡോം പോലെ വന്ന് അതിനകത്ത് ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, എവിടെയാണ് ബുദ്ധിസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രേറ്റ് സ്തൂപ കാണപ്പെടുന്നത്? മധ്യപ്രദേശിലാണ് അല്ലെ. സാഞ്ചിയിൽ നിന്നാണ്. സാഞ്ചി ടൗൺ ഇൻ മധ്യപ്രദേശിലാണ് അല്ലെ. മധ്യപ്രദേശിലാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്കറിയാം, ആരാണ് സാഞ്ചി സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? ദ ഗ്രേറ്റ് എംപറർ അശോകയാണ് അല്ലെ. ദ ഗ്രേറ്റ് എംപറർ അശോക ഇൻ ദ 3rd century BCE. നമുക്കറിയാം, ഓൾഡസ്റ്റ് സ്റ്റോൺ സ്കൾപ്ചർ ആണ് ഇന്ത്യയിൽ കാണപ്പെടുന്നതിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം, നോക്കിക്കേ, ഒരു ഹെമിസ്ഫിയർ ബ്രിക്കില് നിർമ്മിച്ചിരിക്കുന്നതാണ് സാഞ്ചി സ്തൂപം എന്ന് പറയപ്പെടുന്നത് അല്ലെ. ഒരു സെമിസ്ഫിയർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഒരു ഹെമിസ്ഫിയറിക്കലാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. പിന്നെ അതിന്റെ മുകളിൽ നമുക്കറിയാം ഒരു ക്രൗൺ ഛത്ര, ഒരു സ്ട്രക്ചർ ആണ്. ഇത് കണ്ടോ, ഒരു ഹൈ റാങ്കിനെ സൂചിപ്പിക്കുന്ന ഒരു ഛത്രം ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടോട് നോക്കിക്കോളൂ. 11th century തൊട്ട് എന്താണ് ഇത് ഓൾറെഡി യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി എന്ത് ചെയ്ത് വെക്കണം, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു എവിടെയാണ്? സാഞ്ചി മധ്യപ്രദേശിലാണ്. ഇറ്റ് വാസ് ബിൽഡ് ബൈ ദ ഗ്രേറ്റ് എംപറർ അശോക പറഞ്ഞു. പിന്നെന്താണ്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം കേട്ടോ. ശരി, ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്കൊരു ജിയോഗ്രഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. Which of the following states lie along the border of Pakistan? പാകിസ്ഥാന്റെ ബോർഡറിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഏതാണ് പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്നത്? ഇത്രയാണ്. ഗുജറാത്ത് ഉണ്ടോ? നോക്കിക്കേ, യെസ്, ഗുജറാത്ത് ഉണ്ട് അല്ലെ. ഇനി നമുക്ക് പഞ്ചാബ് തന്നിട്ടുണ്ട്. പഞ്ചാബ് ഉണ്ടോ? പഞ്ചാബ് ഉണ്ട്. ഇനി നോക്കിക്കേ, രാജസ്ഥാൻ ഉണ്ടോ? രാജസ്ഥാൻ ഉണ്ട്. ഹരിയാന ഉണ്ടോ? ഇല്ല, ഹരിയാന ഇതിന്റെ ഉള്ളിലാണ്. പക്ഷെ നമുക്കിവിടെ ആര് വരുന്നുണ്ട്? ജമ്മു കാശ്മീർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, ആരൊക്കെയാണ് ഇവിടെ നോക്കിയാല്? ജമ്മു കാശ്മീര്, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇനി ഈ ഒരു ബോർഡറിന് ഒരു പേരുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു പേരുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോർഡറിന്റെ ലെങ്ത് എത്രയാണ്? 3323 കിലോമീറ്റർ ആണ് അല്ലെ. നമുക്കറിയാം, ഇവിടെ തന്നെ നമുക്ക് നോക്കി, ഇവിടെ ഒരു ബോർഡർ ഉണ്ട്, നേപ്പാൾ ബോർഡർ ഉണ്ട്, ഇവിടെ ബംഗ്ലാദേശ് വരുന്നുണ്ട്, ഭൂട്ടാൻ വരുന്നുണ്ട്, ഇവിടെ ചൈന വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. നോക്കാം. ദ സ്റ്റേറ്റ് ജമ്മു കാശ്മീർ ഷെയർസ് ദ ലോങ്സ്റ്റ് ബോർഡർ വിത്ത് പാകിസ്ഥാൻ. അപ്പൊ ചോദിക്കുകയാണ്, പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഓർത്ത് വെച്ച് വേണം. വിച്ച് ഈസ് ഏതാണ്? യെസ്, ജമ്മു കാശ്മീർ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ജമ്മു കാശ്മീർ കാണാമല്ലോ നിങ്ങൾക്ക്. ബാക്കി എല്ലാം ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് കൂടുതലായിട്ട് കിടക്കുന്ന ഏതാണ്? പഞ്ചാബുമായിട്ട് തൊട്ട് മേളിൽ കിടക്കുന്ന ജമ്മു കാശ്മീർ ആണ് അല്ലെ. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ ആ ഒരു ലെങ്ത്, ബോർഡർ ലെങ്ത് കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർഡർ ലെങ്തും സാധാരണ നമുക്ക് ഈ ഒരു എക്സാമിൽ ചോദിച്ച് കാണാറുണ്ട്. നോക്കാം. ഇന്റർനാഷണൽ ബോർഡർ ഷെയർഡ് ബിറ്റ്വീൻ ഇന്ത്യ സ്റ്റേറ്റ്സ് ആൻഡ് പാകിസ്ഥാൻ. നോക്കിക്കേ, ഇന്ത്യൻ സ്റ്റേറ്റ്സും പാകിസ്ഥാനുമായിട്ട് ഗുജറാത്ത് 506 കിലോമീറ്റർ ആണ്. രാജസ്ഥാൻ 1170 കിലോമീറ്റർ. പഞ്ചാബ് 425 കിലോമീറ്റർ. ജമ്മു കാശ്മീരും ലഡാക്കും കൂടി ചേർന്നുകൊണ്ട് 1222 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, GSAT 31 is an a dash. GSAT 31 എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ നമുക്കറിയാം അതൊരു സാറ്റലൈറ്റ് ആണെന്ന് അറിയാം അല്ലെ. എന്ത് തരം സാറ്റലൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്?
ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണോ, എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ആണോ, പോളാർ സാറ്റലൈറ്റ് ആണോ, അത് നാവിഗേഷണൽ സാറ്റലൈറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. GSAT എന്താണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. അപ്പൊ എന്താണ്? ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് അല്ലേ. അപ്പം ഈ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? മെയിൻ ആയിട്ടും ഓപ്പറേഷണൽ സർവീസസ് ഇൻ സം ഓർബിറ്റ് സാറ്റലൈറ്റ്സ് ആൻഡ് the co-band transponder capacity in geostationary orbit. The mission life is 15 years. നമ്മുടെ GSAT 31 എന്ന് പറയുന്നത് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 15 years ആണ് പറയുന്നത് അല്ലെ. ഇനി എന്താണ് ഈ സാറ്റലൈറ്റ്? നമ്മൾ പറഞ്ഞു ജിയോ സാറ്റലൈറ്റ്, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു. ഈ ഒരു സാറ്റലൈറ്റ് എന്താ ചെയ്യുന്നത്? വിച്ച് പ്രൊവൈഡ്സ് ഇന്ത്യൻ മെയിൻ ഏരിയ ആൻഡ് ഐലൻഡ് കവറേജ്. അപ്പം ഇന്ത്യയുടെ മെയിൻ ലാൻഡിനും അതുപോലെ തന്നെയുള്ള ഐലൻഡ് കവറേജിലേക്കും ആവശ്യമുള്ള രേഖകൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, എന്തിനു വേണ്ടിയിട്ടാണ്? ISROയുടെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു സാറ്റലൈറ്റ് VSAT നെറ്റ്വർക്ക്, മെയിൻ ആയിട്ടും ടെലിവിഷൻ, ഡിജിറ്റൽ സാറ്റലൈറ്റ് ന്യൂസ് ഗ്യാതറിംഗ്, സെല്ലുലാർ ബാക്ക്ഹോൾ കണക്ടിവിറ്റി, അതുപോലെ മറ്റ് ആപ്ലിക്കേഷൻസിനായിരിക്കും ഈ ഒരു സാറ്റലൈറ്റ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നോക്കിക്കേ, അതൊരു ബീം കവറേജ് ആയിട്ട് ലാർജർ ഓഷ്യാനിക് റീജിയനിൽ, അതുപോലെ അറബിക്കടലില്, ബേ ഓഫ് ബംഗാളില്, ഇന്ത്യൻ ഓഷനിലൊക്കെ ഒരു വൈഡ് ബാൻഡ് ട്രാൻസ്പോർട്ടർ ആയിട്ടും ആര് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആര് നിൽക്കുന്നുണ്ട്? ഈ പറയുന്ന GSATന്റെ സാറ്റലൈറ്റ് നിൽക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം വളരെ എളുപ്പമുള്ളൊരു ചോദ്യം. ഇനി അടുത്തൊരു ചോദ്യമാണ്, 4ാമത്തെ ചോദ്യം. വിച്ച് എമിനന്റ് പേഴ്സൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ബർദോളി? അപ്പൊ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ബർദോളി സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ബർദോളിയിൽ നടന്ന ഒരു സംഭവമാണ്. ഈ ബർദോളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ഏത് എമിനന്റ് പേഴ്സൺ ആണെന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ മഹാവീർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഗുരു നാനക്, ഔറോബിന്ദോ ഘോഷ്. നമുക്കറിയാം ആരാണ് ഇതിന്റെ ഉത്തരം. എനിക്കൊരു കൾച്ചറേ അറിയുള്ളൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിനെ സർദാർ എന്നുകൂടി വിശേഷിപ്പിച്ചിട്ടുണ്ട്. വല്ലഭായ് പട്ടേലിനെ സർദാർ എന്നുകൂടി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റുള്ള പേരുകളുണ്ട്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. അതൊക്കെ ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ ഹി വാസ് ഓഫൻ കോൾഡ് സർദാർ, സർദാർ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് അല്ലെ. അതുപോലെ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട വ്യക്തിയാണ്. പിന്നെ ബർദോളിയുമായി ബന്ധപ്പെട്ട് എന്താ ബർദോളിയിൽ നടന്നത്? ഗാന്ധി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പോലെ തന്നെ ബർദോളിയിലെ കർഷകർക്ക് വേണ്ടിയിട്ട് അല്ലെ ഒരു സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നു. ഏത് വർഷമാണ്? 1928 ബർദോളി സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ഹി സെർവ്ഡ് ആസ് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആയിട്ട് അല്ലെ ചുമതലയേറ്റ വ്യക്തിയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇന്റഗ്രേഷൻ നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് പല യുണൈറ്റഡ് പ്രൊവിൻഷ്യൻസ് ആയിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിഭജിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ സമയത്ത് ഇന്ത്യയുടെ യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ഇന്ത്യ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കാനാക്കിയിട്ട് ഇന്ത്യയുടെ ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം ഹി വാസ് അപ്പോയിന്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിംഗ് കറാച്ചി സെഷൻ. 1931 INCയുടെ സെഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനില് അധ്യക്ഷത വഹിച്ച വ്യക്തി എന്ന് പറയുന്നതും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ച 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.
Till then, bye bye and thank you so much.